നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് z ടെൻസ് ടു 2i 2x plus I y square equal to 4i. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2x plus I y square ആണ് അല്ലേ. ഇതുപോലെ w നോട്ട് എന്താണ്? 4i ആണ്. ആൻഡ് z നോട്ട് ഇസ് ഈക്വൽ ടു 2i എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് w നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2x plus I y square minus 4i equal to എന്തെഴുതാം? മോഡുലസ് ഓഫ് 2x plus I കോമൺ ആണ് അല്ലേ, ഇൻറ്റു y സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി. മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറഞ്ഞതായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കോൺസ്റ്റന്റിന് ഔട്ട് സൈഡ് എടുക്കാം പ്ലസ് മോഡുലസ് ഓഫ് I എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ദെൻ ഇവിടെ 2 ടേം ഉണ്ടായിരിക്കും. വൈ സ്ക്വയർ മൈനസ് 4 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് 2 ഇൻറ്റു y മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് w നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ. അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ നമുക്ക് ഇവിടെ എപ്സിലോൺ ഡെൽറ്റ ചൂസ് ചെയ്യാനൊക്കെ സുഖമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് w നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഇത് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെങ്കിൽ ഇവിടെ എന്തൊക്കെ വാല്യൂസ് വരണം? മോഡ് എക്സ് എങ്ങനെ ആവണം? ഇവിടെ നിങ്ങൾ നോക്ക്, 2 ഉണ്ട് അല്ലേ. 2 ഇൻറ്റു ഇവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എപ്സിലോൺ കിട്ടണം. അപ്പോൾ നമ്മൾ അവിടെ ഏതൊക്കെ വാല്യൂസ് കൊടുക്കേണ്ടി വരും? വെനെവർ മോഡ് എക്സിന് എന്ത് കൊടുക്കേണ്ടി വരും? ഇങ്ങനെ എഴുതിക്കൂടെ? മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആൻഡ് അടുത്ത വാല്യൂ എന്താ വരിക? ആൻഡ് മോഡ് y പ്ലസ് 2 ഇൻറ്റു y മൈനസ് 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അങ്ങനെ നോക്കി നോക്കും നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ ഞാൻ എപ്സിലോൺ ഇങ്ങനെയാണ് കൊടുത്തത്, ലെസ് ദാൻ 2 ഇൻറ്റു എപ്സിലോൺ ബൈ 4 പ്ലസ് എപ്സിലോൺ ബൈ 2 അല്ലേ. ഈ y മൈനസ് 2 y പ്ലസ് 2 എന്താ കൊടുത്തത്? എപ്സിലോൺ ബൈ 2ന്റെ താഴെയാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 2 എന്ന് വരും. ദാറ്റ് ഈസ് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 പറഞ്ഞാൽ എന്ത് വരും? എപ്സിലോൺ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് w നോട്ട് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് എക്സിന് എന്ത് കൊടുക്കണം? മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആണെന്നും അതുപോലെ തന്നെ മോഡ് y പ്ലസ് 2 ഇൻറ്റു y മൈനസ് 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്നും കൂടെ ചൂസ് ചെയ്യണം. ക്ലിയർ? നൗ ലെറ്റ്സ് മോഡുലസ് ഓഫ് y മൈനസ് 2 ലെസ് ദാൻ 1 എടുത്തു. ദെൻ മോഡുലസ് ഓഫ് y പ്ലസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് y മൈനസ് 2 പ്ലസ് 4 എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ. y മൈനസ് 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ y പ്ലസ് 2 തന്നെയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് y മൈനസ് 2 പ്ലസ് 4 എന്ന്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ y മൈനസ് 2 എന്താണെന്ന് നമുക്കറിയാം. y മൈനസ് 2 ലെസ് ദാൻ 1 ആണ് അല്ലേ. 1 പ്ലസ് 4 എന്ന് എഴുതാം. 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 എന്ന് കിട്ടി. അതായത് മോഡ് y പ്ലസ് 2 ലെസ് ദാൻ 5 ആണെന്ന് കിട്ടി. ദെൻ നമുക്ക് മോഡുലസ് ഓഫ് y പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് y മൈനസ് 2 അതിനെങ്ങനെ എഴുതാം? അപ്പോൾ ലെസ് ദാൻ നമുക്കറിയാലേ, മോഡുലസ് ഓഫ് y പ്ലസ് 2 ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? 5 എന്ന് കിട്ടി. അപ്പോൾ എന്താ എഴുതിയത്? ലെസ് ദാൻ മോഡുലസ് ഓഫ് 5 ഇൻറ്റു y മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. ഇനി നമ്മൾ ചൂസ് ചെയ്യാണ്, ഡെൽറ്റ ചൂസ് ചെയ്യാണ്. ഡെൽറ്റ ചൂസ് ചെയ്യുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എപ്സിലോൺ ബൈ 10 1. ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുത്തിരുന്നു മോഡുലസ് ഓഫ് y മൈനസ് 2 ലെസ് ദാൻ 1 ആണ് അല്ലേ. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് y പ്ലസ് 2 y മൈനസ് 2 ലെസ് ദാൻ 1 ആണെന്നുള്ളത് നമ്മൾ എടുത്തതാണ്. അത് നമുക്ക് എന്ത് കിട്ടി? y പ്ലസ് 2 ലെസ് ദാൻ 5 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5 ഇൻറ്റു y മൈനസ് 2ന്റെ പ്ലേസിൽ എപ്സിലോൺ ബൈ 10 ആയാൽ എന്തായിരിക്കും? ഇവിടെ 5 ഇൻറ്റു എപ്സിലോൺ ബൈ 10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. 5 ഇൻറ്റു എപ്സിലോൺ ബൈ 10 എന്ന് പറഞ്ഞാൽ ഇത് കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എപ്സിലോൺ ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 തന്നെയായിട്ട് മാറും. അതായത് ഇതെന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടേണ്ടത് തന്നെ ആയില്ലേ. അങ്ങനെയാണ് നമ്മൾ എപ്സിലോൺ ബൈ 10 ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? മിനിമം ഓഫ് ഡെൽറ്റ ബൈ 10 ആൻഡ് 1. ഓക്കെ, 1ഓ അല്ലെങ്കിൽ അതിൽ ഡെൽറ്റ ബൈ 10ലെയോ മിനിമം ആണ് എടുക്കുന്നത്. ക്ലിയർ? ഡെൽറ്റ ബൈ 10 എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായില്ലേ? 5 ഇൻറ്റു മോഡുലസ് ഓഫ് y മൈനസ് 2 ഇവിടെ നമുക്ക് എപ്സിലോൺ ബൈ 10 വന്നാൽ അത് എപ്സിലോൺ ബൈ 2 ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്ത് എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z മൈനസ് 2i അല്ലേ. ലെസ് ദാൻ ഡെൽറ്റ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റിന്റെ പ്ലേസിൽ
കേസിൽ എന്ത് എഴുതാം? എക്സ് പ്ലസ് ഐ വൈ അല്ലേ മൈനസ് 2i ലെസ് ദാൻ ഡെൽറ്റ എന്ന് വരും. ഇംപ്ലൈസ് ഇതിനെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതാം. ഇംപ്ലൈസ് ഇത് നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും ആൻഡ് മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും അല്ലേ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയും കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഡെൽറ്റ എടുത്തിട്ടുള്ളത് എന്താണ്? ഡെൽറ്റ ഇസ് ദ മിനിമം ഓഫ് എപ്സിലോൺ 10 ആൻഡ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? which implies modulus of x less than epsilon by 10 is also less than epsilon by 4 അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4ഉം അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയാലുള്ളൂ നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 10 ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 ആണെന്ന് എഴുതാം. ആൻഡ് മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ 1 ആണ്. അതുപോലെ തന്നെ എന്തും കൂടെ എഴുതാം നമുക്ക്? മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ഇവിടെ മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ 1 ഓർ മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എപ്സിലോൺ ബൈ 10 ആൻഡ് 1 എന്ന് പറഞ്ഞിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് 2 വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് എഴുതാം? which implies modulus of x less than epsilon by 4 എന്ന് എഴുതാം അല്ലേ. ആൻഡ് modulus of y minus 2 into y plus 2 less than 5 into modulus of y minus 2 ആണ് നമ്മൾ എടുത്തിരുന്നു അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ 5 into epsilon by 10 എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? epsilon by 2 എന്ന് വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? which implies modulus of x less than epsilon by 4 and modulus of y minus 2 into y plus 2 less than epsilon by 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? which implies modulus of f of z minus w naught less than epsilon അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് നമുക്ക് ഇനി എന്ത് എഴുതാം? this corresponding to any epsilon greater than 0 we are able to find a delta greater than 0 such that modulus of f of z minus w naught less than epsilon whenever mod z minus 2i less than delta. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore limit z tends to 2i 2x plus i y square is equal to 4i. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ഡെൽറ്റ ചൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതായത് നമുക്ക് മോഡുലസ് ഓഫ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ലെസ് ദാൻ എപ്സിലോൺ ആവണം എന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 4ഉം അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വൈ മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആവണം. അതായത് അത് നമുക്ക് കിട്ടണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ്.